5 മാസം കൊണ്ട് കിട്ടേണ്ട COS 5 ദിവസം കൊണ്ട് കിട്ടിയതിനെക്കുറിച്ച് അവരുടെ കാറാണല്ലോ മാതാവ് തിരിച്ചു വിട്ടത്. ഗൂഗിള് പ്രോഗ്രാം ചെയ്ത് വെച്ച് മൂവാറ്റുപുഴ വഴി പോകേണ്ട സംഭവത്തെ മാതാവ് റീപ്രോഗ്രാം ചെയ്തിട്ട് ആലപ്പുഴ വഴി ആക്കി. അപ്പോഴവർ അത് മനസ്സിലാക്കി, അമ്മ ഞങ്ങളെ വിളിക്കണമെന്ന് മനസ്സിലാക്കി. എങ്കിലും അമ്മയെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ആ ഷോർട്ട് ചെയ്തിരിക്കുന്നത്, ടൈം ഷോർട്ട് ചെയ്തിരിക്കുന്നത്. 5 മാസത്തെ COS 5 ദിവസം കൊണ്ട് വരണത് ടൈം ഷോർട്ടിങ്ങാണ്. ഈ ടൈം ഷോർട്ട് സംഭവിക്കുന്നത് നോട്ട് ബൈ മെറിറ്റാണ്, മെറിറ്റ് അനുസരിച്ചല്ല, പിന്നെ എന്താണ്, ബട്ട് ബൈ ഗ്രേസാണ്. ഇത് അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ മെറിറ്റ് എന്ന് വെച്ചാൽ മെറിറ്റിലല്ലാതെ നമ്മുടെ ഗ്രേസിലാണ് ദൈവം വർക്ക് ചെയ്യണമെന്നുള്ളതിന് നമുക്ക് വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനമുള്ളത് 61:2 അന്ന് അത് പക്ഷേ ഗ്രീനി അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അവിടെ സാക്ഷ്യം കുറച്ച് എഡ്യൂക്കേറ്റഡ് സാക്ഷ്യമാണ്. കാര്യം അവർ പറയുന്നത് എന്താണ്, ഈ COS 5 ദിവസത്തിനുള്ളിൽ കിട്ടുമ്പോഴേ ഇത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. അത് സങ്കീർത്തനം 61 61:2 പക്ഷേ സങ്കീർത്തനം 61:2 ശ്രുതിക്കട്ടെ ഹൃദയം തകർന്ന അവസ്ഥയിൽ ഒന്ന് പറഞ്ഞേ, ഹൃദയം തകർന്ന അവസ്ഥയിൽ ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ മുമ്പിലാണ് ഇരിക്കണമെന്ന് ഓർമ്മ വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത അവസ്ഥകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞു തരാം. ഹൃദയം തകർന്ന അവസ്ഥയിൽ സങ്കീർത്തനം 21:2 ഹൃദയം തകർന്ന അവസ്ഥയിൽ ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുകയാണ് എന്ന് വെച്ചാൽ ഇവിടെ അണ്ടാട്ടി കഴിയുന്ന അതല്ല ഉദ്ദേശിക്കുന്നത്. നിന്റെ നടപ്പിൻ്റെ വഴി തീർന്നിരിക്കുകയാണ്. ഇനി നടക്കാൻ വഴിയില്ല നിനക്ക്. ഇനി കൈ നീട്ടാൻ ആളില്ലെന്ന് പറയത്തില്ല. ജപ്തിയാണ് വന്നിരിക്കുന്നത് വെച്ചാൽ ഇനി കൈ നീട്ടാൻ ആളില്ല. എൻ്റെ ഭൂമിയുടെ അതിർത്തി ഞാൻ എത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ക്യാൻസർ 4th സ്റ്റേജാണ്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞില്ലേ? ആ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ ആ ചേട്ടൻ അവളുടെ ഭാര്യയുടെ അനിയത്തിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ, നീ എന്നെ വന്ന് എന്നെ കാണുന്നില്ലേ, എല്ലാവരും വന്ന് എന്നെ കാണുന്നല്ലോ, കൊച്ചാ ഞാൻ വരുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും, ഞാൻ മാതാവിനെ കൊണ്ടേ വരത്തുള്ളൂ. കാര്യം എന്താണ്, ആ മനുഷ്യൻ ഭൂമിയുടെ അതിർത്തി നിൽക്കുകയാണ്. അയാളുടെ ഭൂമിയുടെ അതിർത്തി നിൽക്കുകയാണ്. അയാൾക്ക് ഇനി അടുത്ത ചുവടിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകും. അതുകൊണ്ട് അതാണ് സങ്കീർത്തനം പറയണത്. എന്താണ്, ഇവൾ ചെന്ന് ഉടമ്പടിത്തേലും തേച്ച ഉടനെ ഈ മനുഷ്യൻ ചിരിക്കാൻ തുടങ്ങും. പിറ്റേ ദിവസം ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ പറയും ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ ഭൂമിയുടെ അതിർത്തി എന്ന് പറയണത്. നിനക്കിനി കൈ നീട്ടാൻ ആളില്ല, നിനക്കിനി കാലെടുത്ത് വെക്കാൻ ഇടമില്ല. അതാണ് സങ്കീർത്തനം 61. ഇതാണ് അന്ന് ഗ്രീനി പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ ഒരു കൊട്ടച്ചിത വചനങ്ങൾ. എന്താണത്? സങ്കീർത്തനം 61:2 ഒന്ന് പറഞ്ഞ, ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. എന്താണ്, എനിക്ക് മെറിറ്റില്ലാത്ത സ്ഥലത്തെ, അതാണ് പ്രശ്നമല്ല. അതിനെ പറഞ്ഞത് എനിക്ക് സങ്കീർത്തനം 61:2 എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്ന് പറഞ്ഞേ, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അപ്പൊ ദൈവത്തിന്റെ പണി എന്താണ്? നമുക്ക് മെറിറ്റില്ലാത്ത സ്ഥലത്ത് നമ്മളെ കൈ തന്ന് ഉയർത്തി നിർത്തും. കൈ എഡിച്ച് കിടത്താൻ എനിക്കൊരു നന്മയുമില്ല. എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കിലേക്ക് ചാട്ടുവിട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കിലേക്ക് ചാട്ടുവിട്ടല്ലോ. ദാസകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടിയിൽ നിന്നും കയറ്റി. ദാസകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടിയിൽ നിന്നും കയറ്റി.
എന്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിന്. Praise the Lord. Praise the Lord. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയത്തിൻ്റെ മേലെല്ലാം പരിശുദ്ധ അമ്മ അത് ഏറ്റെടുക്കേണ്ട സമയമാണ്. ഈശോ അത് നിങ്ങളെ സാക്ഷികളാക്കി മാറ്റുന്ന സമയമാണ്. ഏറ്റവും വലിയൊരു സമയമാണ്. പതിനായിരങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആദ്യമായി ദൈവം തന്ന എല്ലാ ദാനങ്ങൾക്കും സർവോപരി ഈ കണ്ണീരിൻ്റെ കാര്യത്തെ കർത്താവിനെ കൈപിടിക്കാൻ നിന്നെ വിളിച്ചതിന് കൈയടിച്ച് കർത്താൻ Hallelujah, hallelujah. സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിന്. എൻ കാലുകളെ പാറയിലെത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എൻ കാലുകളെ പാറയിലെത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ നന്ദി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിന്. Praise the Lord. Praise the Lord. പ്രിയമുള്ളവരെ, രോഗമുള്ളവരെ, കന്നുകാലികളുടെ രോഗം വരെ ഇപ്പോഴും പ്രാർത്ഥനയുടെ വിഷയമാണ്. കർത്താവ് അതിൻ്റെ സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രാർത്ഥിക്കാണ്ടിരിക്കരുത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നീ ജീവിക്കണത്. ഹൃദയരോഗികൾ നെഞ്ചത്ത് ഇടതുവശത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കൈവെക്കേണ്ട സമയം മുതൽ വിശ്വാസപ്രമാണം ചൊല്ലാൻ തുടങ്ങേണ്ടതാണ്. കരൾ രോഗികളും നെഞ്ചും കൂടിൻ്റെ താഴെ സമാന്തരമായിട്ട് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട വെളിപാടുകളിൽ ഒന്നാണ് കൈവെപ്പ് പ്രാർത്ഥന. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൈവെക്കുന്നത്. ഉടമ്പടിയുടെ ഒരു ആചാരവട്ടമാണ് കൈവെപ്പ്. എബ്രഹാം പോലും ഇസഹാക്കിന് ജീവിത പങ്കാളിയെ തിരക്കി പോകുമ്പോഴും തുടയിൽ കൈവെപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വിടുന്നത്. കൈവെപ്പ് ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വസ്തത ഏറ്റുപറയുന്ന, വിശ്വാസത്തെക്കാൾ ഉപരി കൈവെപ്പ് ഉദ്ദേശിക്കുന്ന വിശ്വസ്തതയാണ്. ആ ദാസനോട് വിശ്വസ്തത വാഗ്ദാനം ചെയ്യാനാണ് പറയണത്. അബ്രഹാം പറഞ്ഞു കൊടുക്കണത്, പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ചർച്ചക്കാരിൽ നിന്ന് മാത്രമേ, അതേ വിശ്വാസത്തിൽ മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞാണ് വിടുന്നത്. അത് അങ്ങനെ ചെയ്യത്തുള്ളെന്ന് പറഞ്ഞ് വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. തുടയിൽ അതൊരു വിശ്വാസിയുടെ നിലപാടിൻ്റെ വിഷയമാണ്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉദരരോഗികളെന്ന് പറയുമ്പോൾ ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, ഗർഭാശയം ചുരുങ്ങിപ്പോണവർ, ഗർഭാശയത്തിന് ഈട് കൂടിയിട്ട് താഴേക്ക് വരുന്നവരുണ്ട്, എൻ്റെ പേരിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നവരുണ്ട്, ഗർഭാശയത്തിൻ്റെ കട്ടി കൂടുന്നവരുണ്ട്, കട്ടി കുറയുന്നവരുണ്ട്, അതിന് പേരും കുട്ടികളില്ലാത്തവരുണ്ട്. ഇങ്ങനെ എല്ലാ ന്യൂനത ഉള്ളവരും കൈവച്ച് പ്രാർത്ഥിക്കണം. കിഡ്നി രോഗികൾ, നടുവേദനൻ്റെ കശേരികൾ ഇളകിയിരിക്കുന്നവർ, മാറാത്ത നടുവേദനയുള്ളവർ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കണ്ണ് സംബന്ധം, ചെവി സംബന്ധം, സ്ഥിരസംബന്ധമായ എല്ലാ രോഗങ്ങൾക്ക് വേണ്ടി നെറ്റിയിൽ മാത്രം കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. ചെവി കേൾക്കാത്തവരെ, കണ്ണ് കാണാത്തവരെ, മൂക്കിൽ സിസ്റ്റ്, അഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ, തൈറോയിഡുകാർ, ടോൺസിലുകാർ, സ്പൊണ്ടലോസിസിൻ്റെ അസുഖമുള്ളവരൊക്കെ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത്ര അനേകം പ്രാർത്ഥനകളും അനേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ സാക്ഷ്യങ്ങളും എല്ലാം യൂട്യൂബിലുണ്ട്. നീ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിക്കണം. അച്ഛൻ നിൻ്റെ രോഗങ്ങൾ ഈശോ കേൾപ്പിക്കുകയാണ്. അറിയാതെ മൂത്രം പോകുന്നവരുണ്ട്, മലം പോകുന്നവരുണ്ട്, രക്തം പോകുന്നവരുണ്ട്. അവരെല്ലാം അടിവേറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വാതരോഗികൾ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതിയാവും. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതി പറയാത്തവർ
വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടാത്തവരാണ് സ്തുതിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതിശക്തമായി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധമായ വലത്ത് കരത്താൽ കർത്താവേ അങ്ങനെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ വലത്ത് കരത്താൽ ഓരോ മകനെയും മകളെയും കർത്താവേ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ മാതാവ് ജീവനോടെ എഴുന്നള്ളി വസിച്ച് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലം, അതിനേക്കാൾ എല്ലാം ഉയരത്തിലെ പരിശുദ്ധ കുർബാന ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഈ സ്ഥലം കർത്താവേ, 36 കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാണ് കർത്താവെ. അതിനേക്കാൾ 10-40 കൊല്ലം ഈ സഭയിൽ ചെയ്തിട്ടുള്ള വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകളുടെ ശക്തിയാണ് കർത്താവെ. ഓരോ മകനെയും മകളെയും ഉടമ്പടി എടുത്തവരെയും എടുക്കാൻ പോകുന്നവരെയും പുതുക്കാൻ പോകുന്നവരെയും വിസർപ്പ രോഗികളെ സ്പർശിക്കണമേ, സ്പോണ്ടിലോസ് രോഗികളെ സ്പർശിക്കണമേ, തൊലിക്ക് കളർ മാറ്റം വരുന്നത് സ്പർശിക്കണമേ, അലർജി രോഗികളെ സ്പർശിക്കണമേ, ശ്വാസകോശ രോഗികളെ സ്പർശിക്കണമേ, ഹൃദയ രോഗികളെ സ്പർശിക്കണമേ, കരള രോഗികളെ സ്പർശിക്കണമേ. കർത്താവെ, ശരീരത്തിൽ മുഴയുള്ളവരെ, ക്യാൻസർ രോഗികളെ, ശരീരത്തിൽ മുഴയുള്ളവരെ കർത്താവെ, നിൽക്കാൻ പറ്റാത്തവർ കർത്താവെ, ആണിയുള്ളവർ കർത്താവെ, പലതരത്തിൽ രോഗമുള്ളവർ കർത്താവെ, അരസസ് രോഗികൾ, അൾസർ രോഗികൾ, പിസ്തര രോഗികൾ, PCOD രോഗികൾ എല്ലാവരെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ കർത്താവ്, കൈയും കാലും അനക്കാൻ പറ്റാത്തവർ, നടക്കാൻ പറ്റാത്തവർ, നടക്കുമ്പോൾ കിതക്കുന്നവർ, സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സദയം തൊഴിലേ സുഖമായിടും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, അപൂർവ രോഗങ്ങളുള്ളവർ കൈപൊക്കുക. അപൂർവ രോഗങ്ങൾ, സാധാരണ പറയപ്പെടാത്ത കുറേ രോഗങ്ങളില്ലേ, അതുള്ളവർ കൈപൊക്കുക. കാര്യം കുറേ അപൂർവ രോഗങ്ങൾ ഈശോ ഇവിടെ നേരത്തെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ് സൗഖ്യപ്പെടുന്നതായിട്ട്. ആ രോഗങ്ങളുടെ പേര് പോലും നമ്മൾ ആദ്യം കേൾക്കിയിരിക്കും. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓൺലൈനിൽ ശ്രദ്ധിക്കുക. ആരാധന കൂടുന്ന ഓൺലൈനിൽ അപൂർവ രോഗങ്ങളുള്ളവരുടെ അവരെ 2 കൈയും കർത്താവ് ഇങ്ങനെ സ്വസ്തിക പോലെ എടുത്ത് ഫുൾ ബോഡി ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം കർത്താവ് അങ്ങയുടെ തിരുസേന വ്യക്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. അരികിൽ വരണമേ, സദയം തൊഴിലേ സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളില്ലാത്തവരെ അടിവയറ്റി കൈവെക്കേണ്ടതാണ്. എത്ര കൊല്ലമായാലും കുഴപ്പമില്ല. ഉടമ്പടിയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് വലിയ വ്യാപ്തിയാണ്, സാധാരണ പ്രാർത്ഥനയേക്കാളും. ഇന്നലെ ഒരു ദമ്പതികൾ ഇവിടെ 16 കൊല്ലമായിട്ട് മക്കളില്ലവർക്ക്, 16 കൊല്ലമായിട്ട്. പക്ഷെ അവരിവിടെ വന്നിട്ടില്ല. അവർ ഗൂഗിൾ മീറ്റിൽ അച്ഛനുമായിട്ട് പ്രെയർ ചെയ്താണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ പ്രഗ്നൻ്റ് ആകും, നിങ്ങൾ വന്ന് കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറയണമെന്ന്. ഇന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഗൂഗിൾ മീറ്റാണ്, വേറെ രാജ്യത്തിരുന്നുകൊണ്ട് 16 കൊല്ലം മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുകയും ആ 16 കൊല്ലം മക്കളില്ലാത്തവർക്ക് ഈ ഗൂഗിൾ മീറ്റിൽ എന്താ സംഭവിക്കണത്? കോണ്ടിനെൻ്റലായിട്ട് ഈ സാറ്റലൈറ്റ് വഴിയാണ് പ്രെയർ ചെയ്യണത്. അവരാഴ്ച എങ്ങനെ പ്രഗ്നൻ്റ് ആകണത്? നമ്മുടെ ഈ കാലം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു കാലമാണ്, കർത്താവിൻ്റെ മാത്രം കാലം, വിശ്വസിക്കുന്നതിന് അടയാളം കാണുന്ന കാലം. കൈയിടിച്ച് കർത്താവ് അരികിൽ വരണമേ, അരികിൽ
സുഖമായിടും എൻ്റെ ഉള്ളം. ഓക്കെ, കൈ അടിവയറ്റിൽ കൈവെക്കുക. മക്കളില്ലാത്തവർ ശ്രദ്ധിക്കുക. കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിലെ ഒരു പ്രത്യേകത നമ്മൾ കേട്ട സാക്ഷ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതാണ്. ഇപ്പം മകളിവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, മകൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അമ്മയാണുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ അവളുടെ വയറാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വയറ്റിൽ കൈവച്ചിട്ട് വിശ്വാസം പ്രഖ്യാപിക്കാം. എന്നിട്ട് പറയണം, മകളുടെ വയറിൽ അമ്മയെ ഇപ്പോൾ പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോഴും എൻ്റെ മകളുടെ വയറിൽ തുടരണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുക. മക്കളുടെ ഉടമ്പടിയുടെ മെയിനായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നാണ്. അതാണ് നമുക്കത് കിട്ടണതിൻ്റെ കാരണം. എല്ലാ മേഖലകളിലും വാഗ്ദാനം കൊടുക്കുമ്പോൾ മകൻ, പിന്നെ ജീവിതം, പിന്നെ ലാൻഡ്, പിന്നെ വീട്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രോമിസാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും മിസ്സാകത്തില്ല. അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും, ഉടമ്പടിയുടെ പ്രാർത്ഥിക്കുന്നവരുടെയും ഉടമ്പടിയുടെ ഭാഗമായിരിക്കുന്നവരുടെയും ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ. മരുന്നോ ലേപനോ അല്ല കർത്താവേ, അങ്ങയുടെ വചനത്താൽ അവർ മാംസമായി കുഞ്ഞുങ്ങളെ യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നമ്മുടെ സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോൾ അമ്മ ഒത്തിരി പേര് ഈ കോവിഡിൻ്റെ കാലത്ത് പകുതി കുടുംബങ്ങളും തകർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അമ്മയുടെ മുമ്പിൽ നിന്ന് മാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം. പലതും പലർക്കും രണ്ടാമത് ചെയ്യാൻ പറ്റാത്തതാണ്. ദൈവം തന്നെ മെറിറ്റില്ലാതെ ഉള്ള അവസ്ഥയാണ്. നോട്ട് ബൈ മെറിറ്റ്, ഗ്രേസിലെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പം നമുക്ക് 2 കോടി കടമുണ്ട്, അല്ലെങ്കിൽ 50 ലക്ഷം കടമുണ്ട്, ഒരു തുണ്ട് ഭൂമി പോലും വിൽക്കാൻ പോലും ഇല്ല. അപ്പം മെറിറ്റില്ലെന്നില്ല എൻ്റെ അർത്ഥം. പിന്നെ നമുക്ക് ജീവിക്കണ്ടേ? ദൈവമല്ലേ നമ്മളെ ജീവിപ്പിക്കേണ്ടത്, പിന്നെ വേറെ ആരാ ജീവിപ്പിക്കേണ്ടത്? കടമുള്ളവർ കൈപൊക്കുക. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, കടമുള്ള സാമ്പത്തികമായ ബാധ്യതയുള്ളവരെ, തൊഴിലില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ജോലിക്ക് ശമ്പളമില്ലാത്തവരെ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, കർത്താവെ മറ്റു ജോലികൾക്ക് വേണ്ടി കർത്താവെ ശ്രമിച്ചിട്ട് പല സാങ്കേതിക ബുദ്ധിമുട്ടുകളുള്ളവരെ, വിസ ലഭിക്കാത്തവരെ, പാസ്പോർട്ട് ലഭിക്കാത്തവരെ, പലതരത്തിലുള്ള രേഖകൾ കിട്ടാത്തവരെ, യേശുവിന്റെ നാമത്തിൽ ദുരിതടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹൃദയം ഉരുകും നേരം മെഴുതിരി പോലെ, ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ, സദയം തുണേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ, അരികിൽ വരേണേ, സദയം തുണേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, വിത്ത് ഹീൽഡായി പോയവർ, വിത്ത് ഹീൽഡ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹീൽഡായിപ്പോയി. ചിലപ്പോൾ ഫീസ് അടക്കാത്ത കൊണ്ടാകാം. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. 5 കൊല്ലമായിട്ട് സർട്ടിഫിക്കറ്റ് വിത്ത് ഹീൽഡായി യൂണിവേഴ്സിറ്റിയിൽ. കാര്യം എന്താ? ഇവർ 1 മാസത്തെ കോഴ്സിനെ പോയിട്ടുള്ളൂ, പിന്നെ പോയിട്ടില്ല. അതിൻ്റെ പൈസ, ആ സീറ്റ് യൂണിവേഴ്സിറ്റിക്ക് നഷ്ടമായത് കാരണം അവർ പൈസ മൊത്തം അടക്കാതെ, ആ കോഴ്സിൻ്റെ പൈസ മൊത്തം അടക്കാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. ഇപ്പോഴതല്ല, പൈസ അടച്ചാലും സർട്ടിഫിക്കറ്റ് കാണാനില്ല. അതാണ് പ്രശ്നം. പൈസ അടച്ചാൽ പോലും സർട്ടിഫിക്കറ്റ് കാണാനില്ല. അവിടെ അഡ്മിനിസ്ട്രേഷനൊക്കെ എല്ലാം മാറി ആകപ്പാടെ ചിലവായിപ്പോയി. ഈ സാധനത്തിന് പൊക്കിയെടുത്തുകൊണ്ട് അമ്മ വന്നത് വരവ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു ഉടമ്പടിയാണ്. 5 പൈസ കൊടുക്കാതെ നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റ് തിരിച്ചു വരും, പോസ്റ്റിൽ തന്നെ വരും. അതാണ് ഇന്നലത്തെ ഏറ്റവും നല്ല സാക്ഷ്യം. കുറേ സാക്ഷ്യങ്ങളുണ്ട് ഇന്നലത്തെ. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഉടമ്പടി എത്രയോ പവർഫുള്ളാണെന്ന്, നിനക്ക് വേണ്ടി രാത്രിയും പകലും അധ്വാനിക്കാൻ നിന്റെ ദൈവത്തിൻ്റെ ജാഗ്രതയുടെ പേരാണ് ഉടമ്പടി. കൈ ഇടിച്ച് കർത്താൻ ശ്രമിച്ചു.
സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. ശ്രദ്ധി പാടുക സന്തോഷത്തോടെ. അരികിൽ വരേണേ സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഉരുകും മെഴുതി പോലെ മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. എരിയും മെഴുതിരി പോലെ മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. അരികിൽ വരണമേ. അരികിൽ വരേണേ സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. അപ്പോഴേ വിത്തുകളുണ്ടായിപ്പോയ രേഖകൾ. ഇത് സീരിയസ് വിഷയമാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ണീരിൻ്റെ ഒരു കാഴ്ചവെട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താ നമ്മൾ ഇപ്പോൾ വിസ പിന്നെ പ്രോസസ്സിംഗ് ഇല്ല, 2 കൊല്ലമായിട്ട് പ്രോസസ്സിംഗ് ഇല്ല. ഏജൻറ്റിനെ വിളിക്കുമ്പോൾ അവർ കൈമരത്തണം, ഞങ്ങൾക്കറിയത്തില്ല എന്നൊക്കെ പറയും. നമുക്ക് അവർ വിളിച്ചിട്ട് കിട്ടണില്ല. യൂണിവേഴ്സിറ്റി ആയാലും ഞങ്ങൾക്ക് ജോലി തരുന്ന സ്ഥലമായാലും വിളിച്ചിട്ട് കിട്ടണില്ല. ഒരു ഗഡു കാശ് 10 ലക്ഷം നീ മുടക്കി, നിനക്ക് യാതൊരുവിധ റിട്ടേൺസും ഇല്ല, ഒരു അറിവുമില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് വേറെ ഒരു ജോലി ശ്രമിക്കാൻ പറ്റണില്ല. കല്യാണം കഴിക്കണം, ജോലിക്ക് പോകണം, ഈ ജോലിയാണ് വേറെ ജോലിയാണ്, ആകെപ്പാടെ കൺഫ്യൂഷൻ. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കൈവയ്ക്കുകയെ ഓൺലൈനിലും കൈവയ്ക്കാം. അതായത് രേഖകൾ ഇപ്പോൾ പ്രമാണമാണ്. ചിലർക്ക് പ്രമാണം പോലും കിട്ടണില്ലല്ലോ. ഒക്കെ ഓരോ ചെയ്ത് നമ്മൾ 25 ദിവസം ചെല്ലുമ്പോൾ നമുക്ക് പ്രമാണം തരണ്ടേ. ചിലവരെ പ്രമാണം കാണാനില്ലെന്ന് പറയും. ഇപ്പം എന്ത് ചെയ്യാനാ? ഇതെല്ലാം ഉണ്ട്, ദൈവത്തിൻ്റെ കൺമുമ്പിലുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ കൺമുമ്പിലാണ് ഇതില്ലാത്തത്. ദൈവത്തെ ഇത് എവിടെ ഉണ്ട്, എവിടെ ഇരിക്കണം എന്ന് കർത്താവിനറിയാം. അത് നിനക്കൊണ്ടും തരും. ചെറു പറയുന്ന മകൻ പോയി 18 കൊല്ലമേ കാണാനില്ലെന്ന് പറയും. ചെറു പറയും മകനുണ്ട്, അവൻ വേറെ ഒരു തള്ളയുടെ കൂടെ പോയി താമസിക്കണമെന്ന് പറയും. അവന് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയും. അവൻ കല്യാണം കഴിച്ചിട്ടില്ല, 2 മക്കളുള്ള വേറെ ഒരു ചേട്ടത്തിയുടെ കൂടെ പോയി താമസിക്കണമെന്ന് പറയും. അവൻ വിളിച്ചിട്ട് അവിടെ വരണമില്ല, വീട്ടിൽ താമസിക്കണമില്ല. ഇങ്ങനെയുള്ള എല്ലാവിധ വിത്തുകൾസും അതിശക്തമായി സ്തുതിക്കട്ടെ. ഇളകി പോരാൻ വേണ്ടി സ്തുതിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും എല്ലാ ദോഷങ്ങളും കർത്താവേ മാറിക്കൊണ്ട് ദൈവനാമത്തിന് കുടുംബത്തിൽ സമാധാനം ലഭിക്കട്ടെ. അരികിൽ വരേണേ സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ. അരികിൽ വരേണേ സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പരീക്ഷ എഴുതിപ്പോയവരും എഴുതാൻ പോണവരും. ഇപ്പം നീറ്റ് പരീക്ഷയില്ലേ, നീറ്റ് പരീക്ഷ എഴുതിപ്പോയ കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയ ചിലർക്ക് ഭയങ്കര പ്രയാസമാണ്. കാര്യം അവർ 3-ാം പ്രാവശ്യമൊക്കെ എഴുതിയിരിക്കണം. ചിലർ 4-ാം പ്രാവശ്യം 5-ാം പ്രാവശ്യം എഴുതിയവരുണ്ട്. എന്നിട്ടും അവർക്ക് എഴുതിയിട്ട് ശരിയായില്ലെന്ന് പറഞ്ഞവരുണ്ട്. അവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. വെറുതെ ചുമ്മായല്ല, കൃപാസനത്തിൽ അൾത്താരെ ഓർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കുന്ന യേശുവിൻ്റെ തിരുസന്നിധിയിലെ അമ്മ മാതാവ് ജീവരുടെ പ്രത്യക്ഷപ്പെടത്ത് നിന്നുകൊണ്ടാണ് ജനലക്ഷങ്ങൾ അൾത്താറിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഓർക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു ഓർമ്മയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾ നിന്നെ ഓർക്കും, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഓർക്കും. നിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥതയിലെ അത് നിവർത്തിയാക്കപ്പെടും. എല്ലാ തടസ്സങ്ങളും മാറും. ഞങ്ങൾ ജയിക്കും, കൃപ ധരിക്കും, പരിശുദ്ധ അമ്മയോടൊപ്പം ജീവിക്കും. കൈയടിച്ച് കർത്താവ് ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാറുകൾ അമ്മയോടൊപ്പം മാറാറുകൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ സൈന്യാധിപേ സ്വർഗ
മണ്ണിലിന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലിന്റെ തേരു തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ നിന്നു തറയ്ക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ നിന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിവാഹം ഒത്തുവരാൻ വേണ്ടി വിൽക്കാത്ത സ്ഥലമുണ്ട്, വിൽക്കാത്ത വീടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി, മലമുകളിലെ സ്ഥലമാണെന്ന്. അത് ജന്മത്തിൽ വിറ്റുപോകലും ഞങ്ങൾക്കറിയാമായിരുന്നെന്ന്. വെള്ളം പോലും ഇല്ല, ആൾ താമസമില്ല, പിന്നെ ഞങ്ങൾ സ്ഥലം വിറ്റ് പോകണത്. പക്ഷെ കടം കയറി ബുദ്ധിമുട്ടായിരിക്കുകയാണ്. പക്ഷെ ഉടമ്പടി കൊണ്ട് ആ മലമുകളിലെ സ്ഥലം വിറ്റുപോയി. ആരും ഇല്ല അവിടെ, വിജനമായ സ്ഥലമാണ്, ആർക്കും വേണ്ടാത്തൊരു സ്ഥലമാണ്. പക്ഷെ അമ്മ ഒന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. അതുപോലെ തന്നെ സ്ഥലങ്ങൾ വിറ്റാൽ മാത്രമേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് സ്ഥലം എടുക്കാൻ പറ്റുക, ചിലർക്ക് വീട് സ്ഥലവും എടുക്കാനുണ്ടാവും. അപ്പോൾ അതെല്ലാം സമർപ്പിക്കേണ്ട ഒരു സമയമാണിത്. അതെല്ലാം ഉടമ്പടി വിഷയങ്ങളാണ്. ചില മക്കൾ ദുർനടപ്പിൽപ്പെട്ട് ചീത്ത ബന്ധങ്ങളിൽ പൊട്ടിച്ചാടിയിട്ടുണ്ടാവും. ചില മക്കൾ ഇപ്പോൾ ഇന്നലെ ഒരു 14 വയസ്സുകാരനെ കൊണ്ടുവന്ന് അവൻ മൊത്തം എല്ലാം ഈ സ്റ്റാമ്പ് വായി വെക്കണ പരിപാടിയില്ലേ, സ്റ്റാമ്പ്, പോസ്റ്റ് സ്റ്റാമ്പല്ലേ, വേറെ മയക്കുമരുന്ന്, അതാണ് അവൻ്റെ പരിപാടി. ഞാൻ 14 വയസ്സേ ഉള്ളവന്. അപ്പോൾ അത് ഇവിടെ വന്ന ഒരു കേസാണ്. അപ്പോൾ എന്തുമാത്രം കേസുണ്ടാവും. ചില കുടുംബങ്ങൾ അവിഞ്ഞു തീർന്നിരിക്കുക. എൻ്റെ മക്കൾ അതുപോലെ ഇത് നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധ അമ്മേ, വഴിപിഴച്ചു പോയ സന്താനങ്ങള്, തെറ്റായ പ്രണയബന്ധം അകപ്പെട്ടു പോയവരെ, മയക്കുമരുന്ന് അകപ്പെട്ടു പോയവരെ അമ്മേ അവരെ ഏറ്റെടുക്കണമേ. യേശുവിന്റെ നാമത്തില് ഏറ്റെടുക്കണമേ. യേശുവിന്റെ നാമത്തില് എല്ലാ മക്കളും നഷ്ടപ്പെട്ടവരെ, തിന്മയിൽ അകപ്പെട്ടവരെ യേശുവിന്റെ നാമത്തില് അമ്മയുടെ മധ്യസ്ഥതയിലെ വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. മക്കളെ, എന്തെങ്കിലും കാര്യം അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിലെന്ന് ഓർക്കുന്നവരെ, അത് അമ്മ അത് ഓർത്താൽ മതി, ഞാൻ ഓർക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ചാൽ മതി. എന്തെങ്കിലും കാര്യം അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്നവർ സ്വന്തം കൈ നെഞ്ചത്ത് വെച്ചാൽ മതി. അമ്മ അത് ഓർത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. നമ്മളൊരുമിച്ച് സ്തുതിക്കുകയാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈശോയെ, അനേകം മക്കള് എൻ്റെ കാര്യം കർത്താവെ അച്ഛനെ ഓർത്തിരുന്നെങ്കിലെന്ന് പറഞ്ഞ കാര്യമില്ല, അത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അമ്മ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സാക്ഷിയാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സത്യം പ്രാപിക്കട്ടെ, ഇത് പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് ദിവ്യകാരുണ്യ സന്നിധിയിൽ അമ്മയുടെ മധ്യസ്ഥയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ ആവേ 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 മരിയ. അറിയിപ്പ്. അച്ഛനെ കാണാൻ വരുന്ന ആൾക്കാരില്ലേ, രോഗികളൊക്കെ ആയിട്ട് വരത്തില്ലേ, അപ്പോൾ അവർ രാവിലെ വരാൻ നോക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു 2:30 മണിയാകുമ്പോൾ ചീട്ട് കൊടുത്ത് തീരും. 5 മണിയുള്ള വരെയുള്ള ചീട്ടാണ് ഈ 2:30ക്ക് പോകുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഉച്ച കഴിഞ്ഞ് പോകാം, ആൾക്കാരൊന്നും ഇല്ലാതെ സമാധാനത്തിൽ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. കാര്യം ഇവിടെ ഒരു വൈകുന്നേരം 7 മണി വരെ ആൾക്കാരിങ്ങനെ തിങ്ങി നിൽക്കുക. അതുകൊണ്ട് അച്ഛനെ കാണണമെന്ന് നിർബന്ധമുള്ളവർ നേരത്തെ വരണം. കാര്യം ഇവിടെ ഞാൻ രാവിലെ 10:30 തൊട്ട് 5 മണി വരെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല, കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചില ആൾക്കാർ 4 മണിക്കൊക്കെ ഓടിക്കൊണ്ട് വരും. ആ ഓഫീസിൽ വന്ന ക്ലിയറൻസിന് തന്നെ എന്തുമാത്രം സമയമെടുക്കും. നിങ്ങളുടെ ഉടമ്പടി എല്ലാം ക്ലിയർ ചെയ്യേണ്ടി നോക്കണം. ഉടമ്പടി എടുത്തതാണ്, പുതുക്കിയതാണ്, ഇടയ്ക്ക് ഗ്യാപ്പുണ്ടോ, ഇടയ്ക്ക് വീണ് പോയോ. അപ്പോൾ അങ്ങനെയൊക്കെ വീണ് പോയാൽ അതെല്ലാം റിജക്റ്റ് ചെയ്യും ഇടയ്ക്ക്. കാര്യം നിങ്ങൾ അങ്ങനെ ഉടമ്പടി വീണ് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ഉടമ്പടി പുതുക്കി കറക്റ്റ് ചെയ്താൽ മതി. അതായത് പുതുക്കാത്ത ഉടമ്പടിയും കൊണ്ട് അച്ഛനെ കാണാൻ വരരുത്. അത് എത്രയും വേഗം വന്ന്, ഇപ്പോൾ രോഗിനെ കൊണ്ട് വരുന്ന ദിവസമാണെങ്കിൽ തലേ ദിവസം വന്ന് പുതുക്കണം. പുതുക്കിയിട്ട് പറഞ്ഞിട്ട് പോകണം, നാളെ രോഗിനെ കൊണ്ടുവരുമെന്ന് പറയണം. തന്നെയല്ല, രോഗിയെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് ചീട്ട് കിട്ടത്തില്ല, ജപ്തി നടപടി കിട്ടും. അതായത് ചീട്ട് ഇറക്കാൻ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എമർജൻസിക്കാണ് ഈ കൊടുക്കുന്നത്. വിത്തിൻ ടൈം ഉണ്ടാകരുത്. നിങ്ങൾ എവിടുന്ന് വന്ന് ആരായാലും എന്ത് ജാതി എന്ത് മതം അതൊന്നും പ്രശ്നമില്ല. ഇവിടെ നിങ്ങളുടെ വേദനയുടെ ഇൻറ്റൻസിറ്റിയാണ് പ്രോബ്ലം. അത് ഏറ്റവും എമർജൻസി ഉള്ള ആൾക്കാർ ആദ്യം എടുക്കും. അതാണ് എൻ്റെ വിഷയം. പിന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആരെങ്കിലും, അപ്പോൾ കാര്യം എപ്പോഴും ഉടമ്പടി ആരാണ് എടുത്തിരിക്കുന്നത്, ആ ഉടമ്പടി ഉള്ള ആൾ ഉണ്ടാകണം കൂടെ. അപ്പോൾ ചിലവർ ഇപ്പോൾ OIT എഴുതുന്ന അമ്മാമ്മമാർ വരുന്നുണ്ടല്ലോ, വല്ല കഥയുണ്ടാ. അപ്പോൾ ഞാൻ ചോദിക്കും, അമ്മച്ചി മോളെന്തേ? അവൾ വിശാഖപട്ടണത്താണ്. ഞാൻ പറഞ്ഞു സത്യം പറ, അവൾ വീട്ടിലില്ലേ? ആ വീട്ടിലുണ്ട്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വീട്ടിലിരിപ്പുണ്ട്, അമ്മമ്മയെ പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ആ പരീക്ഷ ആരാണ് ആ ഓൺ കക്ഷി തന്നെ വരണം. പരീക്ഷയ്ക്ക് നിങ്ങൾ പരീക്ഷയുടെ ആൾക്കാരൊന്നും കാണിക്കരുത്. ഞങ്ങൾക്ക് പ്രാർത്ഥന ഇവിടെ കൊടുക്കണ കാൻഡിഡേറ്റ്സിനാണ് കൊടുക്കുന്നത്. അല്ലാതെ മകളുടെ മൊബൈൽ എടുത്തുകൊണ്ട് അമ്മമാർ വരും, അങ്ങനെയൊന്നും എടുക്കത്തില്ല. ഇനി അമ്മമാരാണ് ഡിജിറ്റലിൽ OITയുടെ IELTSൻ്റെ സീറ്റിന് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാര്യം അത് IELTSനല്ല, അവിടെ മുത്തമകളുടെ ഡൈവേഴ്സ് പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ കുറേ പരിപാടിയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് പരീക്ഷ ഉള്ളപ്പോൾ എല്ലാ ദിവസവും പരീക്ഷക്കാരെ പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും. എന്നിട്ട് പ്രൊഫഷണൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു കൈവെപ്പ് കൊണ്ടുപോയി രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം, നിങ്ങളുടെ സഹോദരങ്ങൾ രക്ഷപ്പെടണം, പിന്നെ നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭ രക്ഷപ്പെടണം, സമുദായം സമൂഹമാണ്, എല്ലാവരും രക്ഷപ്പെടണം. ആവശ്യമായ എല്ലാവരെയും ഒന്ന് സഹായിക്കാവുന്നൊരു മനസ്സുണ്ടാക്കിയെടുക്കുക ആദ്യം. എന്നിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 5 ലക്ഷം പേര് അല്ലെങ്കിൽ 2 ലക്ഷം പേരൊക്കെ ഉടമ്പടി എടുത്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി തരണം. പരീക്ഷക്കാർക്ക് പ്രയോറിറ്റി തരേണ്ട കാര്യം അവർ പ്രൊഫഷണൽസാണ്. അവർ പോയി രക്ഷപ്പെടാത്ത ആ കുടുംബം രക്ഷപ്പെടാൻ, അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് നിങ്ങളങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി തല കുനിക്കുമ്പോൾ ഈശോയോട് പറയണം, ഈശോ ഞാൻ രക്ഷപ്പെട്ട
ആദ്യം എൻ്റെ കണ്ണീര് കുടുംബത്തിൽ കിടക്കുന്ന എല്ലാവരും, എൻ്റെ അപ്പനും എൻ്റെ അമ്മ ആരെല്ലാമാണ് വിഷമത്തിൽ എനിക്കണത് അവരെല്ലാം ഞാൻ രക്ഷപ്പെടുത്തും. പിന്നെ മറ്റുള്ളവരെ. അങ്ങനെ അല്ലാതെ നിനക്ക് വലിയ കോയ്മയിൽ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ ഇപ്പോൾ പലയാളുടെ ഉദ്ദേശം അതാണല്ലോ. അത് വെച്ചാൽ ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അത് നിൻ്റെ വയറ്റിൽ പഠിപ്പ് മാത്രമാണെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്നെ വഴിയ എന്നെക്കൂടി ഇപ്പോൾ എബ്രാഹത്തിനോട് ദൈവം എന്താ പറഞ്ഞത്? നീ ഭൂമിക്കൊരു അനുഗ്രഹമാണെന്ന്. എല്ലാവരും എൻ്റെ ഇല്ലേ എൻ്റെ അടുത്ത് എബ്രാഹത്തിന് ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ എബ്രാഹത്തിൻ്റെ സാറായിക്കും ഇസഹാക്കിനും അല്ല കൊടുക്കുന്നത്, നീ ഭൂമിക്കൊരു അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് ജാതിയുമില്ല. ഈ സത്യദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തിന് ജാതിയും മതവും ഇല്ല. അതാണ് എബ്രാഹത്തിനോട് പറയണത്. നീ ഭൂമിക്കൊരു അനുഗ്രഹമാണ്. ഭൂമിയിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ആവശ്യക്കാരൻ നീ വഴി അനുഗ്രഹിക്കപ്പെടണം. ഈ ഒരു തുറന്ന മനസ്സോടുകൂടി വേണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തെ സമീപിക്കാൻ. അല്ല നിങ്ങളുടെ വൈദ്യപ്പിഴപ്പിൻ്റെ ഒരു മാർഗ്ഗമായിട്ട് ഈശോനെ നിങ്ങൾ റെഡ്യൂസ് ചെയ്യരുത്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും, പെട്ടെന്നാവും സംഭവം. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും പ്രൊഫഷണൽസിനെ പ്രാർത്ഥിക്കും. അവർ 10 സ്റ്റാൻഡ് ബൈ ആയിരിക്കണം ആദ്യത്തെ പ്രെയർ. കാര്യം അവർ മിക്കവാറും സിംഗിൾസ് ആയിരിക്കും, ഒറ്റക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ദേശം അവർ 4 മണിക്ക് മുമ്പ് വീട്ടിൽ പോകണമെന്നുള്ളതാണ്, വീട്ടിൽ എത്തണമെന്നുള്ളതാണ്. വീട്ടിൽ പോകണമെന്നല്ല, വീട്ടിൽ എത്തണം അവർ. സെക്കൻഡ് പ്രെയർ അവർക്കുള്ളത് 12 മണിക്കാണ്, 12:30. തേർഡ് പ്രെയർ അവർക്കുള്ളത് 2:30ക്കാണ്. അപ്പോൾ 2:30 ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ ഒരു മോള് വന്നു കഴിഞ്ഞാൽ അവരടുത്ത 4 മണിക്ക് വണ്ടി കയറി ഒരു 9 മണിക്ക് അവിടെ വീട്ടിലെത്തണം. ആ കണക്കൂട്ടിലാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല 5 മണിക്ക് വേണ്ടി നീട്ടിക്കൊണ്ട് പോകുന്നത്. 2:30ക്കാണ് പരീക്ഷക്കാരുടെ ലാസ്റ്റ് ടൈം 2:30ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് വേണം ക്രമീകരിച്ച് വരാൻ. രോഗികളും അതൊക്കെ തന്നെ നേരത്തെ വീട്ടിൽ പോകാമല്ലോ. അപ്പോൾ രോഗികളും വരുമ്പോഴപ്പോൾ നിങ്ങളുടെ ഇവിടെ വന്ന് ഇവരുമായിട്ട് കാര്യം ഇന്നലെ തന്നെ 600 പേരെ നിർത്തിയിട്ട് പേപ്പറെല്ലാം നോക്കി വന്നപ്പോൾ കുറേ ആൾക്കാരെ പുതുക്കിയിട്ടില്ല, കുറേ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ സാക്ഷ്യം പറയണം നിസ്സാര കാര്യമല്ല, വലിയ കാര്യമാണ്. കാര്യം സാക്ഷ്യം പറഞ്ഞില്ലുള്ള കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തള്ളിപ്പോയെന്ന് വരും. കാര്യം സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ വരും, അവിടെ നിങ്ങളുടെ വിഷയം ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ 10 പേര് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സാക്ഷ്യം പറയാത്ത ആൾക്കാരെ മാറ്റിയിട്ട് മറ്റൊരു സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാക്ഷ്യം ഒരു സീരിയസ് വിഷയമാണ്. കാര്യം ഉടമ്പടിക്ക് പ്രത്യേകിച്ച്. കാര്യം ഉടമ്പടി രീതി അനുസരിച്ച് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ സാക്ഷ്യം തുടങ്ങും, അനുഗ്രഹം തുടങ്ങും. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടി ഉഴപ്പത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. ചില ആൾക്കാർ ഉടമ്പടി 2 പ്രാവശ്യം പുതുക്കാൻ സാക്ഷ്യം ഉണ്ടാകത്തില്ല. കാര്യം എന്താണ്? അവരിതിങ്ങനെ ഉഴപ്പി മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ചെയ്തെന്ന് വരുത്തി. അല്ലാതെ അവരിത് ഓൺ ചെയ്യണില്ലേ, ചെയ്തെന്നൊക്കെ വരുത്തും. പ്രത്യക്ഷ പറഞ്ഞില്ല ചെല്ലി പത്രം കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വരുത്തണ നിങ്ങൾ അവിടെ കാണിക്കുന്ന വാദപ്പനി സ്റ്റൈലില്ലേ, അത് അനുഗ്രഹത്തെയും ബാധിക്കും. ഇതെല്ലാം സ്പീഡായിരിക്കണം സംഭവം. യോഹന്നാൻ്റെ താക്കോൽ എങ്ങനെയാണ് പോയത് കയ്യിൽ നിന്ന്? പത്രോസ് യോഹന്നാൻ്റെ 1 മിനിറ്റ് വ്യത്യാസത്തിൽ പത്രോസിൻ്റെ ഇൻ്റലിജൻറ്റ് വർക്ക് ചെയ്തതാണ്. അവൻ ചാടി വള്ളത്തിൽ നിന്ന്. ആ മറ്റേ കക്ഷി കർത്താവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പാട്ടം പാടി അവിടെ ഇരുന്ന് താക്കോലും കൊണ്ട് പത്രോസ് പോയി. അപ്പോൾ സ്പീഡാണ് ഇതിനകത്തൊക്കെ വരുന്ന വിഷയം. നമ്മൾ വിശ്വാസം ഉണ്ടായിട്ട് കാര്യം, വിശ്വാസം സ്പീഡിൽ ആക്ടിവേറ്റ് ചെയ്യണം. ഇപ്പോൾ മറിയം വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പുനരുത്ഥാനത്തിൻ്റെ മുഴുവൻ ടെസ്റ്റ് പുറത്തായിപ്പോയി. മാർത്തയ്ക്ക് കിട്ടി, ആ ചമ്മന്തി അരച്ച് നടന്ന പാർട്ടിക്ക് കിട്ടി. മറിയം ചുമ്മാ കണ്ണും തിരുമിയൊക്കെ വന്ന സമയത്ത് തന്നെ മാർത്ത ടെസ്റ്റും കൊണ്ട് പോയി പുനരുത്ഥാനത്തിന്. അവളോടാണ് പറഞ്ഞിരിക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ കാര്യം, മറിയത്തോടല്ല. സ്പീഡാണ് എൻ്റെ വിഷയം. അതെപ്പോഴും നമുക്ക് ഉടമ്പടി ഒരു സബ്ജക്റ്റാണ്, അതിവേഗം സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു തന്നുള്ള എനിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. സ്പീഡിലൊരു കാര്യമുണ്ട്. പത്രം പോലും വീട്ടിലിരിക്കാൻ പാടില്ല. 3 ദിവസത്തിനുള്ളിൽ എല്ലാം കൊടുത്ത് നിങ്ങൾ ക്ലീൻ ആയിക്കണം. അല്ലാതെ അവിടെ ഇരിക്കട്ടെ. ഓരോ പത്രം ചില ആൾക്കാർ 2 ഈ എലി കപ്പ കൊണ്ടുപോകണ പോലെ ഓരോ പത്രം കൊണ്ടുപോകും, കൊടുത്ത് പിന്നെയും വരും. 30 ദിവസം വരെ കൊടുത്ത് തീർക്കും. അതിൻ്റെ നിങ്ങളുടെ കഴിവ് കേടോ നിങ്ങൾ അതിൻ്റെ അകത്ത് മനസ്സ് വെക്കാത്തതാണ് അതിൻ്റെ അകത്ത് വരുന്ന വിഷയം. അല്ല ബുദ്ധിബോധം ഉള്ളവനെക്കുറിച്ച് അവനെ പടപടാന്ന് സംഭവം കൊടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന മുട്ടയെന്ന് മാതാവിയെ 30 പത്തൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. 30 പേരും നിന്നെ അറിയണം, 30 പേരും തിരിച്ച് വിശുദ്ധീകരിക്കപ്പെടണം. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിനറിയാം ഓൺ കക്ഷിയാണെന്നറിയാം, സ്വന്തം ആളാണെന്ന് അറിയാം. സ്വന്തവും അല്ലാത്തതൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അവിടെയാണ് ഈ ഇടി വരണത്. അപ്പം അതുകൊണ്ട് നിങ്ങളെ കറക്റ്റ് ചെയ്ത് സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചില ദിവസങ്ങൾ അച്ഛൻ ഉണ്ടാവത്തില്ല. ഇപ്പം തന്നെ എനിക്ക് നമ്മുടെ കൊച്ചച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് വന്നേ ഉള്ളൂ വൈദികരുടെ. അപ്പം ഞാൻ ഇന്ന് പോകും. ഇന്ന് പോയാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം വരത്തുള്ളൂ. ഇന്ന് വൈദികരുടെ ധ്യാനം തുടങ്ങുകയാണ് രൂപതയിൽ. അപ്പോൾ എല്ലാ കൊല്ലം ഉള്ളതാണ്. അപ്പോൾ ഇന്ന് കമ്പൽസറി ആണത്. ഞാൻ പോയിട്ട് വെള്ളിയാഴ്ച വരും. വെള്ളിയാഴ്ച ആകുമ്പോൾ ശനിയാഴ്ച ഞാനുണ്ടാവും. അടുത്ത ഞായറാഴ്ച പിന്നെ ആൾക്കാരും കാണത്തില്ല. പക്ഷേ ഞായറാഴ്ച ധ്യാനമല്ല, ഞായറാഴ്ച ധ്യാനത്തിലുണ്ടാവും. പിന്നെ അമ്മ 22-ാം തീയതി ജൂൺ 22-ാം തീയതി എന്നെ തീർത്ഥയാത്രയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു സ്വപ്നത്തിലൂടെയാണ് 22-ാം തീയതി കഴിഞ്ഞ ജൂൺ 22. അപ്പോൾ ഞാൻ 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പോകും. അത് ജൂൺ
ആഗസ്റ്റ് 3 ഒന്നാം തീയതി ഉണ്ടാവും, രാവിലെ ഉച്ചവരെ ഉണ്ടാവും. 3, 4, 5, 6 പിന്നെ 7-ാം തീയതി ഞായറാഴ്ച വരത്തുള്ളൂ. ശനിയാഴ്ച രാത്രി വരത്തുള്ളൂ ചിലപ്പോൾ. അപ്പോൾ അത് ആഗസ്റ്റാണ്, അത് മറന്നു പോകരുത്. ആഗസ്റ്റ് 3, 4, 5, 6, 7. 7-ാം തീയതി രാത്രിയാണ് പിന്നെ വരണത്. പിന്നെ ഒരിടത്തും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇത് അച്ഛൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി 9447285400 നേരത്തെ പറഞ്ഞാണ് സവിത പ്രേക്ഷിതയിലാണ് അത് ഇരിക്കണം. ആ നമ്പർ അച്ഛൻ്റെ സ്വന്തം നമ്പറാണ്, അതാണ് നമ്പർ. അത് വിളിച്ച് ചോദിക്കണം. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതിയല്ലോ. കാര്യം ഇവിടെ പിന്നെ ഒരു ശ്രദ്ധിക്കണത്, ഇത് എമർജൻസി ഉള്ള ആൾക്കാരെ കുറിച്ചാണ് ഈ പറയണത്. മറ്റുള്ളവരെ ഒരു പ്രശ്നമില്ല. കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ടാവും, എല്ലാ ദിവസവും പുതുക്കും, എല്ലാ ദിവസവും സാക്ഷ്യം പറയും. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഇനി ഞാൻ മരിച്ചു പോയപ്പോൾ മാറ്റം ഉണ്ടാകത്തില്ല. എന്താ കാര്യത്തിന് അത് അമ്മ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ നേരിട്ട് ബന്ധമില്ല. 99% ആൾക്കാരെ സാക്ഷ്യം പറയണത് എന്നെ കണ്ടിട്ടല്ലല്ലോ, അമ്മ നേരിട്ട് ചെയ്യണ കാര്യമല്ല. എല്ലാം അമ്മ നേരിട്ട് ചെയ്യണ കാര്യമാണ്. 1% എമർജൻസിക്കാരാണ് അത്യാവശ്യം ഞാൻ കാണുന്നത്. ബാക്കി അപ്പോൾ അതുകൊണ്ട് കൃപാസനത്തിനൊരു പ്രശ്നമില്ല. അത് അമ്മയുടെ ധ്യാന കേന്ദ്രം അമ്മ സ്വന്തമായിട്ടത് ചെയ്തു കൊടുക്കും. ഈ കോവിഡ് എല്ലാം വന്ന കാലത്തും ഒരു ശുശ്രൂഷ ഇല്ലാത്ത കാലത്തും എത്രയോ അത്ഭുതങ്ങളാണ്. ഏതാണ്ട് ഒരു 2 കൊല്ലത്തെ സാക്ഷ്യം ഇട്ടിട്ടില്ലേ, അതെല്ലാം ഇങ്ങനെ ഓൺലൈനിൽ ആൾക്കാർക്ക് അമ്മ കൊടുക്കുന്ന അനുഗ്രഹം അവരയച്ചതാണ് വീഡിയോ എടുത്തിട്ട്. പിന്നെ സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ കാര്യം ഉടമ്പടിയുടെ ഒരു വിഷയം സാക്ഷ്യമാണ്. ഉടമ്പടിയുടെ ഇപ്പം നമ്മൾ എല്ലാത്തിൻ്റെ അതായത് സാക്ഷ്യം പറഞ്ഞാണെന്ന് ചോദിക്കേണ്ട കാര്യം ദൈവം നിങ്ങളുടെ ഉടമ്പടി അംഗീകരിച്ചതാണോ എന്ന് എൻ്റെ അർത്ഥം. കാര്യം അംഗീകാരമില്ലാത്ത ഉടമ്പടി ചോദിക്കുന്നത് എന്താ കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ ഇതാണ് കാര്യം. അത് ഞാൻ ഉണ്ടാക്കിയ നിയമമല്ല, ബൈബിളിൽ ഉള്ളതാണ്. 16:20 മർക്കോസിൻ്റെ സുവിശേഷം. കർത്താവ് അവരോടുകൂടി സഹകരിക്കുകയും അടയാളങ്ങളെ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഉടമ്പടിക്ക് സ്ഥിരീകരണം വേണം. എങ്കിൽ അവൻ പറയണ പോലെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വചനത്തിന് സ്ഥിരീകരണം കിട്ടും. സ്ഥിരീകരണം ചില ആൾക്കാരെ കിട്ടും, പക്ഷെ അവർക്ക് കർത്താവിനെ ഏറ്റുപറയാനുള്ള നാണക്കേട് കൊണ്ട് അവർ ലജ്ജ കൊണ്ട് അവർ മാറി നിൽക്കും. അപ്പോൾ അവരെ നമുക്ക് ചുമന്നുണ്ടാക്കേണ്ട ഒരു കഥയുമില്ല. കാര്യം അവർക്ക് കർത്താവിനെ ഈ കാര്യം ഏറ്റുപറയുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഏറ്റുപറയുക, ഏറ്റെടുക്കുക. ഇപ്പം നിങ്ങൾ ഈ പ്രത്യക്ഷീകരണം നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ എന്താണ് ചെയ്യണത്? യേശുവിന് വേണ്ടി ഒരു ത്യാഗം ഏറ്റെടുക്കുകയാണ്. അതിനാണ് ഏറ്റുപറച്ചിലും. ഏറ്റെടുക്കുക, ഏറ്റുപറച്ചിലും ഇതെല്ലാം കൃപ വർദ്ധിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിൽ തന്നെ ഏറ്റുപറയണമെന്ന്. വീട്ടിലിരുന്ന് ഏറ്റുപറഞ്ഞാൽ പറ്റത്തില്ല, പുറത്തിറങ്ങി 10 മനുഷ്യരുടെ മുമ്പിൽ തന്നെ ഏറ്റുപറയണം. ഏറ്റുപറയുന്നതിന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവും എൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മേരി മാഗ്ഡലിൻ ഇവരെക്കാൾ എല്ലാം ലീഡ് ചെയ്യാൻ കാരണം, പത്രോസിനേക്കാൾ ലീഡ് ചെയ്യാൻ ഇവരല്ലേ പ്രഥമ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരാണ്? പത്രോസ് അല്ലല്ലോ. ആരാണ്? മേരി മാഗ്ഡലിനാണ്. എന്തുകൊണ്ടാണ് കാര്യം? അതൊരു പദവിയാണ്. പ്രഥമ. അവർക്ക് അതിൻ്റെ അകത്ത് അഡ്മിനിസ്ട്രേഷൻ ഒന്നുമില്ല. ആ പദവി വെച്ച് അവർ കൊയ്മൊന്നും നേടിയില്ല. പക്ഷെ പദവി ദൈവം കൊടുത്തതാണ്. പുനരുദ്ധാനത്തിൻ്റെ ആദ്യ കാഴ്ച അത് മേരി മാഗ്ഡലിനാണ്. എന്തുകൊണ്ടാണ് കാര്യം? ഏറ്റെടുപ്പുകാരത്തിയാണ്. അവൾ പറഞ്ഞ് അവൾക്ക് പുനരുദ്ധാനത്തെക്കുറിച്ച് അറിയത്തില്ലല്ലോ. അവൾ പറഞ്ഞ് ഈശോ ഡെഡ് ബോഡി ആയിട്ടിരിക്കണം എന്നല്ല വിചാരിക്കണത്. ഡെഡ് ബോഡി ആണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞില്ലേ. കല്ല് മാറ്റിത്തരാൻ ആര് സഹായിക്കുമെന്ന് ചോദിച്ച ആളാണ്. പക്ഷേ ഡെഡ് ബോഡി ആകുമ്പോൾ ഈശോ ആയത് കണ്ട് ആരും സഹായിച്ചില്ലെങ്കിൽ ഞാൻ ഒറ്റക്കേറ്റെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കാര്യം ഒറ്റക്കേൽക്കണവനെയാണ് പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി. അങ്ങനെയൊക്കെ കളി അറിയാമെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മെച്ചമുണ്ടാകത്തുള്ളൂ. കളി അറിയാൻ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുമ്മാ നോവേന ക്രിസ്ത്യാനിയായിട്ട് പ്രാർത്ഥന ക്രിസ്ത്യാനിയായിട്ട് പിച്ചും പേയും പറഞ്ഞ് ചെമ്പരത്തി പൂവ് ചെയ്ത് ചത്തുപോകും കുറച്ച് കഴിയുമ്പോൾ. ഈ കളി അറിഞ്ഞാണ് ഈ കളത്തിൽ ഇറങ്ങേണ്ടത്. ഇത് അത്രയും സീരിയസ് വിഷയമാണ്. ഇതെല്ലാം ബൈബിളില്ലാത്ത ഒരു കാര്യവും കൃപാസനം നിങ്ങളോട് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനീ കളി കുറച്ച് കളിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് ഏതാണ്ട് പട്ടം കിട്ടിയ കാലം പോലെ അറിയാമായിരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വിഷയമാണ്. കർത്താവിനെ അത് കണ്ട് കടലിൽ പോയി 10 കൊല്ലം കൺവെൻഷൻ നടത്തി. എന്നോട് വിളിച്ച് പ്രാന്താന്ന് വിളിച്ച്. ഇതൊക്കെ വല്ല പ്രാന്ത്. കടലിൽ വരുമ്പോൾ കൺവെൻഷൻ നടത്തുമോ? പക്ഷെ അവിടെ വള്ളക്കാർ വന്നു, വോട്ടുകാർ വന്നു, ഞാൻ നടത്തി. കൊച്ചു വള്ളത്തിൽ നിന്ന് ഏണിയിട്ട് കയറി വലിയ വള്ളത്തിൽ കയറി അവരെ കുമ്പസാരിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തു എന്ന് പറയുമ്പോൾ അതൊരു ക്രൈസാണ്, അതൊരു ക്രാഫ്റ്റാണ്. അത് നിങ്ങൾ റെഡിയാണെങ്കിൽ ഇവിടെ മാലപ്പടക്കം പൊട്ടു അനുഗ്രഹത്തിൻ്റെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഉണർന്നിരിക്കുക. എന്നിട്ട് ഇത് ഇൻവെസ്റ്റ് സാക്ഷികളാകാൻ നോക്കുക. 10 മണി തൊട്ട് ഇവിടെ അച്ഛന്മാരിരിക്കും സാക്ഷ്യം സ്വീകരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങൾ സാക്ഷി എഴുതി കൊടുക്കുക, ഒപ്പിട്ട് മേടിക്കുക. പറയാൻ പറ്റുന്ന ഉടമ്പടി കണ്ടൻറ്റുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ പറയിപ്പിക്കും. അല്ലാത്ത സാക്ഷ്യങ്ങൾ അനുഗ്രഹങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. അതെല്ലാം എഴുതി തരും, എഴുതി ഒപ്പിട്ട് തരും. സൂക്ഷിക്കണം. കാര്യം ഓഫീസിൽ നിങ്ങൾക്ക് ഒരു എമർജൻസി വിഷയം വന്നാൽ
തീർച്ചയായിട്ടും ഓഫീസിൽ ചെന്ന് നമ്പർ എടുക്കേണ്ടി വരുമ്പോൾ സാക്ഷ്യം പറഞ്ഞാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാനുണ്ടാകണം, സാക്ഷ്യം പറഞ്ഞാണെന്ന് പറയണം. അതിനാണ് ഒപ്പിട്ട് തരണത്. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടുന്ന് ആവശ്യപ്പെട്ടാൽ പറയേണ്ടി വരും. ആവശ്യപ്പെട്ടാൽ പറയണം. കാര്യം നിങ്ങളുടെ സാക്ഷ്യം കാര്യം ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ എത്ര പേരെ 40,000 തൊട്ട് 4 ലക്ഷം പേര് വരെയാണ് സാക്ഷ്യം കേൾക്കുന്നത്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ അപ്പ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുളിച്ച് മിടുക്കിയായിട്ട് വേണമെങ്കിൽ ഒന്ന് വിഷ്വൽ മീഡിയയിൽ വരണതല്ലേ, ചുമ്മാ അലവലാദ്യമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടത്തില്ല, വേറെ കുഴപ്പമൊന്നുമില്ലേ. അതിൻ്റെ കാര്യം ഇത് വിഷ്വൽ മീഡിയയാണ്. കാര്യം ഇത് ആൾക്കാർ തോണ്ടി കാണുമ്പോൾ തന്നെ അവർക്ക് അവർ തോണ്ടത്തില്ല, അവർക്ക് കാശ് മുടക്കില്ല ഇത് കാണുന്നത്. പിന്നെ സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കെട്ടായിട്ട് പറയണം. ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെ വെടിക്കെട്ടല്ലേ. ചില ആൾക്കാർ മുക്കിയും മൂലയും അവിടെ ഇവിടെയൊക്കെ കുരു വന്ന പോലെ പറയും. അതൊന്നും എടുക്കത്തില്ല, കട്ട് ചെയ്ത് കളയും. കർത്താവിനെ കൊടുക്കുമ്പോൾ കേൾക്കണവന് ഏത് അവിശ്വാസിയും എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യണം. എന്നിട്ട് നീ ഇത് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ നിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. നിന്നെ അറിയാത്തത് അറിയാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ എൻ്റെ സാക്ഷ്യത്തെ അഭിഷേകം ചെയ്യണമേ. കാര്യം നിനക്ക് എന്ത് കിട്ടിയെന്നല്ല, നിന്നിലൂടെ ദൈവത്തിന് എന്ത് കിട്ടിയെന്ന് നീ ഇങ്ങനെ ക്രൈസാകണം. അങ്ങനെ കർത്താവേ എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തിന് തോന്നും, ദൈവത്തിനെ ബെയർ ചെയ്യുന്ന ആളാണെന്ന് തോന്നിയാൽ ദൈവം ഒരിക്കലും വിട്ടു പിരിയത്തില്ല, കൂടെ നിൽക്കും. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സാക്ഷ്യം ഏറ്റവും വലിയ ടൈപ്പ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സാക്ഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.